സത്യത്തിൽ ഓരോ പുസ്തകവും ആ പുസ്തകത്തിൻ്റെ രചയിതാവിൻ്റെ എന്നതുപോലെ ആ കാലഘട്ടത്തിൻ്റെ കൂടി സൃഷ്ടിയാണ്. എല്ലാ കലാസാഹിത്യ കൃതികളും ഇനി കലാസാഹിത്യ ഉള്ളടക്കമില്ലാത്തതാണെങ്കിലും പുസ്തകങ്ങൾ കാലഘട്ടത്തിൻ്റെ സൃഷ്ടി കൂടിയാണ്. പക്ഷെ അത് ആ കാലത്തെ നവീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളിലെ അടിമത്തം, ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവുക, അടിമത്തത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവുക അമേരിക്കയെക്കുറിച്ച് തന്നെയായിരിക്കും. ആ അടിമത്തത്തിനെതിരായ ഒരു സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ രാസതുരകമായി മാറിയത് 1852 ഹാരിയറ്റ് എലിസബത്ത് ബീച്ചർ സ്റ്റോ എഴുതിയ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകമാണ്. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ലൈഫ് അമംഗ് ദ ലോലി ആണെന്ന് തോന്നുന്നു. ആ നോവലാണ് അമേരിക്കയിൽ അടിമത്തത്തിനെതിരായ ഒരു സാമൂഹ്യ മുന്നേറ്റത്തിന് ശക്തി പകർന്നത്. അത് കഴിഞ്ഞൊരു 10-12 വർഷമാകുമ്പോഴേക്കും അമേരിക്കയിൽ അടിമത്ത നിയമം മൂലം നിരോധിക്കപ്പെട്ടു. എന്നും കൺമുന്നിലുള്ളതാണെങ്കിലും ആ നിഷ്ഠൂരത, ആ മനുഷ്യത്വരാഹിത്യം, ആ കൊടും ക്രൂരത അത് ഇല്ലായ്മ ചെയ്യേണ്ടതാണെന്നൊരു ബോധത്തിലേക്ക് അമേരിക്കൻ ജനസാമാന്യത്തെ എത്തിച്ചത് ഈ ഒരു നോവലാണ് എന്നാണ് പറയുന്നത്. ഇത് ഒറ്റപ്പെട്ടൊരു അനുഭവമല്ല. അമേരിക്കയിൽ തന്നെ ഇത്തരം അനുഭവങ്ങൾ തുടർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യലിസ്റ്റ് എഴുത്തുകാരനായിരുന്ന അപ്റ്റൺ സിൻക്ലെയറുടെ 1905 പുറത്തിറങ്ങിയ നോവലാണ് ദ ജംഗിൾ എന്ന നോവൽ. അമേരിക്കയിലെ ഭക്ഷ്യ സംസ്കരണ രംഗം അതൊക്കെയാണ് അതിൻ്റെ പശ്ചാത്തലമായിട്ട് വരുന്നത്. അവിടുത്തെ തൊഴിൽ ചൂഷണം, വൃത്തിരാഹിത്യം ഇതൊക്കെ ശരിയായി വരച്ചു കാട്ടുന്നുണ്ട് നോവൽ. അതിൻ്റെ തുടർച്ചയിലാണ് അമേരിക്കയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ നിയമം ഉണ്ടാകുന്നത്. പ്യുവർ ഫുഡ് ആൻഡ് ഡ്രഗ്സ് ആക്ട് 1906 അമേരിക്ക പാസ്സാക്കുന്നത് ഈ നോവലിൻ്റെ സ്വാധീനത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെ തന്നെ മാധ്യമപ്രവർത്തകർക്കിടയിലുള്ള തെറ്റായ പ്രവണതകൾ, മഞ്ഞ പത്ര ശൈലി, അതിനെയൊക്കെ അതിശക്തമായി വിമർശിച്ചുകൊണ്ടാണ് അപ്റ്റൺ സിൻക്ലെയർ തന്നെ 1917-ലോ 18-ലോ ദ ബ്രാസ് ചെക്ക് എന്നൊരു നോവൽ എഴുതുന്നുണ്ട്. അത് അമേരിക്കയിലെ ആദ്യത്തെ മാധ്യമപ്രവർത്തകർക്കുള്ള പൊതു നിയമാവലിക്ക് ജന്മം നൽകി. മാധ്യമപ്രവർത്തകർക്ക് ബാധകമായ ആദ്യത്തെ നിയമം അമേരിക്ക പാസ്സാക്കുന്നത് ഈ നോവലിൻ്റെ സ്വാധീനത്തിലാണ്. അത് സൃഷ്ടിച്ച സാമൂഹ്യ അഭിപ്രായത്തിൻ്റെ തുടർച്ചയിലാണ്. ഇങ്ങനെ ലോകമെമ്പാടും, ഇപ്പോൾ കേരളത്തിലേക്ക് വന്നാലും ജാതീയതയ്ക്കെതിരായ സാമൂഹ്യ മുന്നേറ്റത്തിന് എത്ര കരുത്തു പകർന്നതാണ് ആശാന്റെ കൃതികൾ. ചണ്ടാല ഭിക്ഷുകയായാലും ദുരവസ്ഥയായാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സമൂഹത്തെ മാറ്റി തീർക്കുന്നതിൽ ഇത്തരം കൃതികൾ വഹിച്ച വലിയ പങ്കുണ്ട്. റേച്ചൽ കാർസന്റെ സൈലന്റ് സ്പ്രിംഗ് ആണ് ഒരു പുതിയ പാരിസ്ഥിതിക അവബോധം ലോകമാകെ പകർന്നു കൊടുത്തത്. ഇപ്പോൾ കീടനാശിനികളുടെ വിവേചനരഹിതമായ പ്രയോഗത്തിനെതിരായി ലോകത്തിലൊരു പാരിസ്ഥിതിക അവബോധം സൃഷ്ടിച്ചെടുത്തത് ആ പുസ്തകമാണെന്നാണ് പറയുക. മലയാളത്തിലത് നിശബ്ദോ സ്വന്തം പാടാത്ത പക്ഷികൾ എന്നൊക്കെ പേരിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്വാധീനം ചെലുത്തുന്നുണ്ട്. എന്നാൽ ഇതിനൊരു മറുഭാഗം ഉണ്ടാകും. പലതരത്തിലുള്ള അജണ്ടകളുടെ ഭാഗമായി പുറത്തിറങ്ങുന്ന പുസ്തകങ്ങളുണ്ടാകും. ഇപ്പോൾ പണ്ഡിറ്റ് നെഹ്റുവാണ് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്, ചരിത്രം മാറ്റിമറിച്ച മഹാന്മാർ പലരും ഉണ്ടാവാം, എന്നാൽ ചരിത്രം എഴുതുന്നവരെ പോലെ ചരിത്രം മാറ്റിമറിച്ചവർ അധികം ഉണ്ടാവില്ല എന്ന് അല്പം പരിഹാസ രൂപേണ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റോമില താബറുടെയോ അല്ലെങ്കിൽ കൊസാംബിയുടെയോ അങ്ങനെയുള്ള നിരവധിയായ ആളുകളുണ്ട്. പ്രദീപ് ദത്ത, തപൻ ബസു, അങ്ങനെ ഒരുപാട് പേര് ഇന്ത്യ ചരിത്രത്തെ ശരിയായി വിശകലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളവരുണ്ട്. എന്നാൽ അതിനെ ഏറ്റവും തെറ്റായ നിലയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമവും ശക്തമാണ്. ഇപ്പോൾ കേന്ദ്രഭരണാധികാരത്തിൻ്റെ കൂടി പിൻബലത്തിൽ അത്തരത്തിലുള്ള നീക്കം അതിശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഞാനും ശബരിനാഥും ഒരേ നിയമസഭാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. ഞങ്ങൾ ഒരുമിച്ച് യാത്രയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ നിയമസഭാ കമ്മിറ്റിയുടെ ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഗാന്ധിനഗറിൽ പോയപ്പോൾ, അന്ന് ശബരി അത് വന്നില്ല, അത് വരാൻ തുടങ്ങി. ഗാന്ധിനഗറിൽ ഗാന്ധി മ്യൂസിയം ഉണ്ട്. അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങളുടെ അകമ്പടിയോടെ അവിടെ ആരംഭിച്ചതാണ്. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ സുപ്രധാനമായ മുഹൂർത്തങ്ങളോടെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. നമ്മളതൊക്കെ കണ്ടിട്ട് അവസാന ഭാഗത്തെത്തുമ്പോൾ, ഗാന്ധിജി കൊല്ലപ്പെട്ട ഭാഗത്തെത്തുമ്പോൾ വേറെ ഒന്നുമില്ല, ഒരു ഇരുട്ട് മാത്രം. ഒരു നരേഷനുണ്ട്, ഒരു വിവരണം പശ്ചാത്തലത്തിൽ കേൾക്കാം. അതിങ്ങനെയാണ്: 1948 ജനുവരി 30 പ്രാർത്ഥനാ യോഗത്തിലെത്തിയ ഗാന്ധിജിയെ
ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ വെടിവെച്ചു കൊന്നു. ആ ആൾക്ക് പേരില്ല. ആരാണ് ആ ആൾ എന്ന് ഗുജറാത്ത് സർക്കാരിനോ മ്യൂസിയം അധികൃതർക്കോ അറിയില്ല. ഇതൊരു വലിയ അജണ്ടയുടെ ഭാഗമായി വരുന്നതാണ്. നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ ജനുവരി 30, ഇപ്പോൾ ജനുവരി 30 വരാൻ പോവാണ്. കഴിഞ്ഞ ജനുവരി 30 മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ ഗാന്ധി അനുസ്മരണം ഗംഭീരമായി കൊടുത്തിരുന്നു. അന്ന് എഡിറ്റോറിയലും ഗാന്ധി അനുസ്മരണമായിരുന്നു. ആ എഡിറ്റോറിയലിൽ ഒരു വാചകം ഇങ്ങനെയാണ്, മുഖപ്രസംഗത്തിൽ ഒരു വാചകം: അങ്ങനെ നമ്മൾ ഗാന്ധിജിയെ കൊന്നു എന്നാണ്. വായിക്കുന്ന ആൾ ഞെട്ടിപ്പോകും. നമ്മളോ? ആരാണ് വായിക്കുന്ന ആളാണോ എഴുതിയ ആളാണോ? ആരാണ് ഈ നമ്മൾ ഗാന്ധിജിയെ കൊന്നു എന്നെഴുതാൻ ഒരു മടിയും പ്രമുഖമായ ഒരു മലയാള പത്രത്തിനുണ്ടായില്ല. ആര് ഗാന്ധിയെ കൊന്നു? എന്തിനു കൊന്നു? ഇതൊരു ചോദ്യമാണ്. കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ വർഷം മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ 2023 ജനുവരി 30 ഒരു ദീർഘലേഖനം ഉണ്ടായിരുന്നു, ഗാന്ധി അനുസ്മരണ ലേഖനം. എഴുതിയാളുടെ പേരൊന്നും ഞാനിപ്പോൾ അങ്ങനെ പറയുന്നില്ല. ആ ലേഖനം ആദ്യാവസാനം വായിച്ചാലും ഗാന്ധിജിയെ ആര് കൊന്നു, എന്തിനു കൊന്നു പരാമർശിക്കുന്നേയില്ല. ഇതൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നതാണെന്ന് കരുതാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്ത്, ഞാൻ 2 മലയാള പത്രങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, ഇന്ത്യയിലെ ഒട്ടേറെ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളും ഇതേ ശൈലിയായിരുന്നു. ഗാന്ധിയെ ഗംഭീരമായി അനുസ്മരിച്ചു, പക്ഷേ ഈ ഭാഗം ഇല്ല. ഇതിൻ്റെ തുടർച്ചയായിട്ട് കാണണം. യു പിയിലിപ്പോൾ അത് ചെറിയ വാർത്തയായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്നു. കഴിഞ്ഞ വർഷം ഹൈസ്കൂളിലെ ഏതോ ഒരു ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം, രാഷ്ട്രപിതാവ് ഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ട്? ഇതായിരുന്നു ചോദ്യം. ഇതൊരു തമാശയല്ല, അതിശോക്തിയല്ല, ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. അപ്പോൾ ചരിത്രത്തെ കീഴ്മേൽ മറിക്കുന്ന, ചരിത്രത്തെ മായ്ച്ച് അവിടെ താല്പര്യാനുസൃതം കഥ രചിക്കുന്ന ഒരു രീതി ശക്തിപ്പെട്ടു വരുന്നു നമ്മുടെ രാജ്യത്ത്. അതിന് കേന്ദ്ര രാഷ്ട്രീയ അധികാരത്തിൻ്റെ പിൻബലമുണ്ട്. ആ അധികാരം ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി മാത്രമല്ല, സ്വാഭാവികമായും ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്നവരിലൂടെയൊക്കെ ഈ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതൊരു വലിയ വെല്ലുവിളിയാണ്. തീർച്ചയായും നിങ്ങൾ ശബരിനാഥനോട് പരാമർശിച്ച കാര്യം, അത് വളരെ ജാഗ്രതയോടുകൂടി നാം കാണേണ്ട. അതായത് പുസ്തകങ്ങൾ അതിമനോഹരമായ രൂപഭാവങ്ങളോടെ അത് തയ്യാർ ചെയ്യപ്പെടും. എന്നാൽ അതിൻ്റെ ഉള്ളടക്കം, ആ ഉള്ളടക്കത്തിൽ വിഷം പുരണ്ടിരിക്കുന്നുവോ എന്ന ജാഗ്രത വായനക്കാർ പുലർത്തുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോഴത്തെ പുതിയ നവമാധ്യമ സംവിധാനങ്ങളൊക്കെ അനുസരിച്ചാണെങ്കിൽ അതിന് ഒരുപാട് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നീക്കങ്ങളെ തുറന്നു കാണിക്കാനും കുറേ പേർ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നാം